ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1376 ദിവസമായ ഇന്ന് 2025 ഫെബ്രുവരി മാസം 19 ബുധനാഴ്ച, 1200 ആണ്ട് കുംഭമാസം 7 ഗുരുവചനങ്ങളിലൂടെ മനുഷ്യന് ഒരിക്കൽ ജനനവും ഒരിക്കൽ മരണവും സംഭവിക്കും. ഒന്നിലും വ്യവസ്ഥയില്ലാതെ ജീവിക്കുന്നവൻ കൂടെ കൂടെ ജനിക്കുന്നു, ഭീരുവായുള്ളവൻ കൂടെ കൂടെ മരിക്കുന്നു. വ്യവസ്ഥയില്ലാത്തവൻ, ഭീരു, ഇവർ രണ്ടുപേരും ഒരിക്കലും വിവാഹത്തിന് യോഗ്യരല്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവനും സഹോദരൻ അയ്യപ്പനും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ നിന്നുള്ള 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അയ്യപ്പൻ: ബുദ്ധമതക്കാർ അതിന് നിർവാണം എന്ന് പറയുന്നു. തൃപ്പാദങ്ങൾ: അങ്ങനെയാണോ? ആയിരിക്കാം. ജാതി മനുഷ്യരിൽ കയറി മൂത്തുപോയി. ശങ്കരാചാര്യരും അതിൽ തെറ്റുകാരനാണ്. ബ്രഹ്മസൂത്രവും ഗീതയും എഴുതിയ വ്യാസൻ തന്നെ ചാതുർവർണ്ണത്തെക്കുറിച്ച് 2 വിധം പറഞ്ഞിരിക്കുന്നു. ജാതി കളയണം, അല്ലാതെ രക്ഷയില്ല. മനുഷ്യരെല്ലാം ഒരു സമുദായമാണല്ലോ. ആ നില വരത്തക്ക വിധം ജാതിയെ ഉപേക്ഷിക്കണം. മതം മാറ്റത്തെപ്പറ്റി കുമാരനാശാൻ്റെ അഭിപ്രായം എന്താണ്? അയ്യപ്പൻ: സ്വാമി തൃപ്പാദങ്ങളുടെ അഭിപ്രായം അറിയാതെ മതം മാറുന്നത് സ്വാമിയെ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്നതായിരിക്കുമെന്നാണ് ആശാൻ്റെ അഭിപ്രായം. തൃപ്പാദങ്ങൾ: അങ്ങനെയാണോ? അയ്യപ്പൻ: ഈ സംഗതിയിൽ സ്വാമിയുടെ അഭിപ്രായം പ്രത്യേകം അറിയണമെന്നാണ് ആശാൻ പറയുന്നത്. തൃപ്പാദങ്ങൾ: നമ്മുടെ അഭിപ്രായം ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? അയ്യപ്പൻ അറിയാമോ നമ്മുടെ അഭിപ്രായം? അയ്യപ്പൻ: അറിയാം. തൃപ്പാദങ്ങൾക്ക് ഒരു മതത്തോടും വെറുപ്പില്ല. മനുഷ്യൻ്റെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവർ തമ്മിൽ ഒരു സമുദായമായി കഴിയണമെന്നാണ് സ്വാമിയുടെ അഭിപ്രായമെന്നറിയാം. തൃപ്പാദങ്ങൾ: അതാണ് നമ്മുടെ അഭിപ്രായം. മതം എന്ന് വെച്ചാൽ അഭിപ്രായം. അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിയാം. ജാതിഭേദം വരരുത്. അതാണ് വേണ്ടത്. അത് സാധിക്കും, നിശ്ചയമായും സാധിക്കും. സത്യവ്രതനെ നോക്ക്. സത്യവ്രതന് അശേഷം ജാതിയില്ല. ഉണ്ടോ? അയ്യപ്പൻ: സത്യവ്രതസ്വാമിക്ക് അശേഷം ജാതിയില്ല. തൃപ്പാദങ്ങൾ: നമുക്കാർക്കും അത്ര ജാതി പോയിട്ടില്ലെന്ന് തോന്നുന്നു. ബുദ്ധനുകൂടി ഇത്ര ജാതി പോയിരുന്നോ എന്ന് നമുക്ക് സംശയമാണ്. സത്യവ്രതൻ അത്ര വ്യത്യാസമില്ലാത്ത ആളാണ്. അങ്ങനെ ജീവിക്കാമല്ലോ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.